യാക്കി സ്തുതിയായിരിക്കട്ടെ. 2 തെസ്സലോനി 3:7-8. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ശ്ലീഹ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം സുവിശേഷ പ്രഘോഷണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ്. ഇത് കൂടാരപ്പണി ചെയ്തിരുന്നു എന്നാണ് ഈ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് പന്തലൊക്കെ ഇടുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആഘോഷങ്ങൾക്ക്. ഇതുപോലെ അവിടെ ഇതുപോലെ ആഘോഷങ്ങൾക്ക് കൂടാരങ്ങൾ പണിയും. ആ പണി ചെയ്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് പറയുന്നത്, കഷ്ടപ്പെട്ട്. സ്നേഹമുള്ളവരെ, ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളരരുത്, തകരരുത്. ഇത് ദൈവം നമ്മെ വളർത്താൻ വേണ്ടി, നമ്മെ നേരെയാക്കാൻ വേണ്ടി തരുന്ന അവസരങ്ങളാണ്. ഈ കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതാണ് അവരെ ഒരു വ്യക്തിയാക്കി തീർത്തത്. ആ കഷ്ടപ്പാടുകൾ അന്ന് അവന് കിട്ടിയിരുന്നില്ലെങ്കിൽ അവൻ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഉയർന്നു വരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഉന്നതിക്ക് വേണ്ടി ദൈവം തരുന്ന അവസരങ്ങളാണ് കഷ്ടപ്പാടുകൾ. അധ്വാനിച്ച് ജീവിച്ചതുകൊണ്ട് ആരും ഇതുവരെ നശിച്ചു പോയിട്ടില്ല. ഈ ലോകത്തിൽ അധ്വാനം മാത്രമായിട്ട് കാണുന്ന അവസ്ഥ അല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. ഈ ലോകത്തിൽ മറ്റൊരാളുടെ മുമ്പിൽ ചിലപ്പോൾ അത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിട്ട് കാണാം, അത് ശരിയാണ് താനും. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഈ കഷ്ടപ്പാടുകളിലൂടെ കിട്ടുന്ന ഈ മനുഷ്യന്റെ മാനസികമായ കരുത്ത് അവസ്ഥകൾ, ഈ കരുത്തേറിയ അവസ്ഥയാണ് ആ വ്യക്തിയെ വ്യക്തിയാക്കി തീർക്കുന്നത്. ഈ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈ കഷ്ടപ്പെട്ട് ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ജീവിച്ചു എന്നാണ് പറയുന്നത്. ആരുടെയും കയ്യിൽ നിന്ന് വെറുതെ ഭക്ഷണമായി കഴിച്ചിട്ടില്ല, അതാണ് ഇവിടെ പറയുന്നത്. ആരെയും അപ്പം വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ഞാൻ. പിന്നെ ഇദ്ദേഹം ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ തന്നെ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ വളരെയധികം കഷ്ടപ്പാട് ഇദ്ദേഹം നശിച്ചിട്ടുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകൾ ഇദ്ദേഹം സുവിശേഷ പ്രഘോഷണ മേഖലയിൽ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു രാവും പകലും ഞാൻ കടലിലൂടെ ഒഴുകി നടന്നു, കപ്പലാവടത്തിൽപ്പെട്ടിട്ട് കള്ളന്മാരാൽ കവർച്ച ചെയ്യപ്പെട്ടു, പലതവണ മരണവക്രത്തിലേർപ്പെട്ടു, പല പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് 40-ൽ കൂടുതൽ അടികളേറ്റ് 3 തവണ അങ്ങനെ അടികളേറ്റിട്ടുണ്ട്. കാരാഗൃഹവാസം നിരവധി. ഇതുപോലെ കഷ്ടപ്പാടുകളിലൂടെ നടന്ന ആ വ്യക്തിയെ ദൈവം സുവിശേഷ പ്രഘോഷണ മേഖലയിൽ അദ്ദേഹത്തെ ഒരു നെടും തൂണാക്കി മാറ്റി. സ്നേഹമുള്ളവരെ, കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തളരാതെ, തകരാതെ, ദൈവം തരുന്ന വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ ഒരു ബൂസ്റ്റാക്കി മാറ്റണം നമ്മൾ.